ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്കിംഗ് വിത്ത് മീ. ഇന്നൊരു സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി പരിചയപ്പെടാം. ഇത് വളരെ സിമ്പിളാണ്, എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അതുപോലെ നമ്മൾ തലേന്ന് ഇപ്പോൾ ഒന്നും അരച്ചൊന്നും വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള ടെൻഷനൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് ഏത് കറികളുടെ കൂട്ടത്തിൽ വേണമെങ്കിലും നമുക്ക് സെർവ് ചെയ്യാനും പറ്റും. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു എളുപ്പത്തിലുള്ള ഒരു റെസിപ്പിയാണ് ട്ടോ ഇന്ന് പറയാൻ പോണത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ കമൻറ്റും ലൈക്കും ചെയ്യണം കേട്ടോ. കാരണം ലൈക്കും കമൻറ്റും ചെയ്താലാണ് വീഡിയോക്ക് ഒത്തിരി റീച്ചൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അതേപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് ലൈക്കും കമൻറ്റും എല്ലാം ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന് വേണ്ടി ചെയ്യേണ്ടതെന്ന് പറയാം. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന വറുത്ത അരിപ്പൊടി ഒരു ഗ്ലാസ് ചേർത്ത് കൊടുക്കണം. അതേ ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് ഗോതമ്പ് പൊടിയും ഒരു 2 സ്പൂൺ പുളിയില്ലാത്ത കട്ട തൈരും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ചോറും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 2 സ്പൂൺ തന്നെ തേങ്ങയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു പിഞ്ച് സോഡാപ്പൊടിയും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം കുറച്ച് കടലക്കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണത്. കടല സവാളയും ഉപ്പും എല്ലാം ചേർത്ത് ഒന്ന് കുക്കറിൽ വേവിച്ചെടുത്തു. അതിനുശേഷം കുറച്ച് ചുവന്നുള്ളി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടലയും ചേർത്ത് കൊടുത്തു. അങ്ങനെ കടലക്കറി തയ്യാറാക്കി വെച്ചു. അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കണം. പാനിൻ്റെ ചൂട് നോക്കണം. അധികം ചൂടുണ്ടെങ്കിൽ മാവ് ഒട്ടിപ്പിടിക്കും കേട്ടോ. അങ്ങനെ കനം കുറച്ച് നെയ് റോസ്റ്റ് പോലെ ഇങ്ങനെ പരത്തി കൊടുക്കണം. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതേപോലെയുള്ള നല്ല നല്ല വെറൈറ്റി ഡിഷസുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബായ്.